മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണിയുമായി ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ. കെ സുരേന്ദ്രനെതിരായ അതിക്രമം തുടർന്നാൽ പിണറായി വിജയൻ അധികകാലം വീട്ടിൽ കിടന്നുറങ്ങില്ലെന്ന് രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തി. മക്കളെ കാണാൻ മുഖ്യമന്ത്രി ജയിലിൽ വരേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പിണറായി വിജയൻ ഞങ്ങളെ ഇങ്ങനെ ആളാക്കി ഞങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടി എന്ന ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കള്ളക്കേസിൽ കുടുക്കി പണ്ടിയൊക്കെ പരിചയമുണ്ടല്ലോ. ശബരിമല കാലയളവിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കയറ്റിയിറക്കിയ പാരമ്പര്യമുണ്ട്. ആ അഹങ്കാരം മനസ്സിൽ വെച്ച് ആ അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധികം ദിവസം വീട്ടിൽ കിടന്നുറങ്ങില്ല. മക്കളെ കാണാൻ ചിലപ്പോൾ ജയിലിൽ വരേണ്ട സാഹചര്യം ഉണ്ടായി. സുരേന്ദ്രന് പിന്തുണയുമായി ബി.ജെ.പി. കോർ കമ്മിറ്റി തിരുവനന്തപുരത്ത് നടത്തിയ സത്യഗ്രഹത്തിൽ സംസാരിക്കുകയായിരുന്നു എൻ രാധാകൃഷ്ണൻ. വിവരങ്ങളുമായി ബി.എസ്. അനു ചേരുന്നു. അനു, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സനീഷ്, ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കള്ളക്കേസ് കൊടുക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി.ജെ.പി. കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധ സമരം നടക്കുന്നത്. ഇതിനിടെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടെയുള്ള എൻ രാധാകൃഷ്ണന്റെ പരാമർശം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി കെ സുരേന്ദ്രനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അത്തരം നടപടികളുമായി മുന്നോട്ട് പോയാൽ അധികകാലം മുഖ്യമന്ത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല എന്ന ഭീഷണി സ്വരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശമുണ്ടായി. മറ്റൊന്ന്, പിണറായിക്ക് മക്കളെ കാണാൻ ജയിലിൽ വരേണ്ടി വരും എന്നുള്ള ഭീഷണിയും അദ്ദേഹം മുഴക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ബി.ജെ.പി. നേതാക്കൾ പരോക്ഷമായി പറയുന്ന കാര്യമാണ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കുടുംബത്തിലേക്കും അന്വേഷണം നീളും എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ബി.ജെ.പി. നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ ഈ സമരപന്തലിൽ വെച്ച് പറഞ്ഞത്. മുഖ്യമന്ത്രി അധികകാലം വീട്ടിൽ കിടന്നുറങ്ങില്ല, അദ്ദേഹത്തിന് മക്കളെ കാണണമെങ്കിൽ ജയിലിൽ വരേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, ഇപ്പോൾ ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സംസാരിക്കുകയാണ്. ഈ മുട്ടിൽ മരമുറി അടക്കമുള്ള വിഷയങ്ങളിൽ അതിന്റെ പിന്നിൽ CPM CPI നേതാക്കളാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. മാത്രമല്ല, മഞ്ചേശ്വരത്തെ സുന്ദരയ്യയുടെ വിഷയം, ആ കേസ് CPM കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ CPM-ഉം സർക്കാരും ഒളിയുദ്ധം നടത്തുകയാണെന്നും കുമ്മനം ആരോപിച്ചു. സനീഷ്, എൻ രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണി ഉയർത്തിയത്. അദ്ദേഹം ഇനിയും ഇങ്ങനെ തുടർന്നാൽ, അതായത് കെ സുരേന്ദ്രനെ ഭീഷണിപ്പെടുത്താൻ ഒക്കെ തുനിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മക്കളെ കാണാൻ ജയിലിൽ വരേണ്ടി വരുമെന്ന് അദ്ദേഹം എൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രതിഷേധ പരിപാടിക്കിടെ പറഞ്ഞു. അങ്ങനെ പിണറായി വിജയൻ ഞങ്ങളെ ഇങ്ങനെ ആളാക്കി ഞങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടി എന്ന ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കള്ളക്കേസിൽ കുടുക്കി പണ്ടിയൊക്കെ പരിചയമുണ്ടല്ലോ. ശബരിമല കാലയളവിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കയറ്റിയിറക്കിയ പാരമ്പര്യമുണ്ട്. ആ അഹങ്കാരം മനസ്സിൽ വെച്ച് ആ അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധികം ദിവസം വീട്ടിൽ കിടന്നുറങ്ങില്ല. മക്കളെ കാണാൻ ചിലപ്പോൾ ജയിലിൽ വരേണ്ട സാഹചര്യം ഉണ്ടായി.